ഹായ് ഓൾ. ഇന്നൊരു പുതിയ റെസിപ്പി കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഒരു ഈസി സ്നാക്സ് പരിചയപ്പെടുത്താം കേട്ടോ. ഇത് ബനാന വെറുതെ ജസ്റ്റ് ഒന്ന് ബോയിലായാൽ മതി. നന്നായി വേഗണ്ട. രണ്ടെണ്ണം അധികം പഴുക്കാത്തതും ഒരെണ്ണം 2 പഴമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 1-2 പീസായത് പഴുത്തതും നല്ലത്, കുറച്ചും കൂടി പഴുപ്പ് കുറഞ്ഞതും. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് പൊടിക്കുക. നമ്മൾ ബനാന കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈസിയാണ്. ബനാനയും ബ്രെഡും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബനാന റസ്ക്കും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം. എനിക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ ഇതാ ഇവിടെ ബ്രെഡ് ക്രംസ്. ആകെ 3 ബ്രെഡേ ഉള്ളൂ കേട്ടോ. ആകെ 3 ബ്രെഡേ ഉണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റത്തെ അത്രയും ക്രംസൊക്കെ മതി നമുക്ക്. ഇത്രയല്ലേ ഉള്ളൂ. അരി കുതിർക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ നാളത്തേക്ക്. എൻ്റെ ഫിഷിനെ ഉണ്ടോ, എൻ്റെ കുട്ടികളുടെ ഫിഷാണ് കേട്ടോ. ഒരു ഗ്രീൻ കളറും റെഡ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ കുഞ്ഞു ഗപ്പിയുണ്ട്. നല്ല ക്യൂട്ടാണ് കാണാൻ. പഴമായി വരുന്നേ ഉള്ളൂ കേട്ടോ, തിളച്ചിട്ടില്ല. ആയി വരട്ടെ. ഇത് നല്ല ക്യൂട്ടല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വലിയ ഓർഗനൈസർ ഒന്നല്ല, എന്നാലും ഇതെന്താണെന്ന് ഗസ് ചെയ്ത് പറയാൻ പറ്റുമോ ആരെങ്കിലും? കമൻറ്റിൽ പറയൂട്ടോ ഇത് എന്തിൻ്റെ ഡപ്പയാണ്. നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നുണ്ട്. ഉപ്പിടാൻ എപ്പോഴും ഭരണിയാണ് കേട്ടോ ബെസ്റ്റ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പഴം ആവി കയറ്റിയിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് ക്രംസ് ഇരിക്കുന്നുണ്ട്. ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. എടുത്ത് വയ്ക്കാം. നല്ല ചൂടുണ്ട്. മോന് വരുമ്പോഴത്തേനും ഫുഡാക്കാനാണ് കേട്ടോ. 4:30 ആകുമ്പോഴാണ് വരിക. അപ്പോൾ പെട്ടെന്നൊരു ഈസി സ്നാക്ക്. പെട്ടെന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ അത് അഡ്ജസ്റ്റ് ചെയ്ത ട്രൈപോഡ് ചെരിഞ്ഞ് വീണതാട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല, സാരമില്ല. വീഡിയോ ഒക്കെ റീച്ച് ആകുമ്പോൾ നല്ല ട്രൈപോഡൊക്കെ മേടിക്കാം. ഇത് കാറിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. പക്ഷെ ഒരു യൂസും ഇല്ല. ഇവിടെ ഒരു എന്തൊക്കെയോ ഒരു ഇതില്ല. ജസ്റ്റ് എന്നാൽ വീഡിയോ എടുക്കാൻ നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് നേരം ഇരിക്കും, പിന്നെ അത് വീഴും. ഒക്കെ നമ്മുടെ പഴത്തിൻ്റെ വീട് അധികം ആയിട്ടില്ല, അത് മറിച്ചിട്ടുള്ളത്. ഇനിയുള്ള നമ്മുടെ ആയുധം ഇതാണ് കേട്ടോ. ഒരു ഇടിയൽ വീട്ടിലുള്ളത് വളരെ നല്ലതാണ്. അപ്പം നമുക്കതുകൊണ്ട് ഇടിച്ചാൽ മതിയല്ലോ. ഇതുകൊണ്ട് ഒരുപാട് യൂസാണിത്. നല്ല ചൂടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ മാവൊക്കെ കുഴയ്ക്കാൻ കൈ കൊണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ 4-5 ഇടി അങ്ങ് കൊടുത്താൽ മതി. അപ്പം മാവ് സോഫ്റ്റായിട്ട് കിട്ടും. കയ്യിൽ പിടിക്കുമ്പോൾ വീഡിയോ ഷെയ്ക്കായി പോകും. അതാണ് ഇതിൻ്റെ മണ്ടേ കയറ്റി വെച്ചത്. പക്ഷേ മൂപ്പരാൾ വർക്ക് ചെയ്തില്ല. ഓക്കെ. അപ്പം അടുത്ത ട്രൈപോഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ഡപ്പയുടെ മേലങ്ങ് കയറ്റി വെച്ചു. സൂപ്പറായിട്ടിരിക്കുന്നു. അതിനേക്കാൾ നല്ലതാണ്. ഇത് തന്നെ നന്നായി ഒന്ന് ചൂടാറട്ടെ കേട്ടോ. ചൂട് കൊടുക്കണ കൈ തൊട്ടാൽ കൈ ചെറുതായി പൊള്ളൂ. ചെറിയ പൊള്ളലുകളൊന്നും നമുക്ക് വിഷയമല്ല, എന്നാലും സൂക്ഷിച്ചതൊപ്പിക്കണ്ട. എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഞാൻ യൂട്യൂബ് ചാനൽ കുറേ മുന്നേ തുടങ്ങിയിട്ടാണ്. ഇടയ്ക്ക് ഒരേ വട്ടിന് തുറക്കും, പിന്നെ അത് നോക്കില്ല, അങ്ങനെയാണ്. ഇപ്പോൾ സ്റ്റിൽ നോക്കാമെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യണേ.
പഴത്തിൻ്റെ അരിയൊന്നും എടുത്ത് കളയുന്നില്ല കേട്ടോ, അതൊക്കെ നല്ലത് തന്നെയാണ്. അതൊന്നും എടുത്ത് കളയുന്നില്ല, അത്ര റിസ്ക് എടുക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ ചൂടൊക്കെ പോയിട്ടോ, കൈ കൊണ്ട് തന്നെ ആക്കാം. ആവശ്യത്തിന് മധുരമൊക്കെ ഉള്ള പഴമാണ്. അപ്പം ഇനി വേറെ എക്സ്ട്രാ മധുരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിലും പഞ്ചസാര പരമാവധി ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ കുഴച്ച് വെച്ചുട്ടെ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഷേപ്പ് പിടിക്കുക. കൈയൊക്കെ കഴുകി വെച്ചതാണ്, ഷേപ്പ് പിടിക്കുക. എനിക്ക് വലിയ ഷേപ്പൊന്നുമില്ല, അതാ ജസ്റ്റ് കാണാണ്ടോ. ഓക്കെ, നമ്മുടെ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ അതിലോട്ട് ഒന്ന് വെച്ചു കേട്ടോ. അത് മറിച്ചിടുന്നില്ല. മറിച്ചിടാൻ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിലാവില്ല. അപ്പോൾ പിന്നെ കൈ കഴുകിയിട്ട് ഇതാക്കേണ്ടി വരും. ഇതാകുമ്പോൾ മൊത്തത്തിൽ ഇട്ടതിൻ്റെ ശേഷം മറിച്ചിടാമെന്ന് വെച്ചിട്ട് കേട്ടോ. പെട്ടെന്ന് ഈസി ആയിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ പിന്നെ ഒരു വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. കളയാമെന്നല്ല, ഒരു വീഡിയോ അങ്ങ് ആക്കാമെന്ന്, ഒരു വ്ളോഗ് പോലെ ചെയ്യാൻ വെച്ചിട്ടാണ് കേട്ടോ. ഒരുപാട് സ്നാക്കില്ല, കുറച്ച് ബ്രെഡ് ക്രംസ് ഇപ്പം ഇതിൽ കൂടുന്ന തോന്നണം. 2 ബ്രെഡും പിന്നെ ഒരു കുഞ്ഞി കഷ്ണമായിരുന്നു. എന്നിട്ട് തന്നെ ഇത്രയും ബ്രെഡ് ക്രംസ്. നീങ്ങിയിരിക്കാമോ? ഇതിടാൻ ഈ പ്ലേറ്റിൽ വലിയ സ്ഥലമൊന്നും കാണാനില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ തിരിച്ച് മറിച്ച് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് സ്ഥലം ഉണ്ടാക്കും. ഇവിടെ ഇരിക്കട്ടെ. ഇത് മൈദ ഉപയോഗിക്കാത്ത കാരണം, മൈദയോ അല്ലെങ്കിൽ മുട്ടയുടെ ബാറ്ററോ ഉപയോഗിക്കാത്തത് കാരണം കൊണ്ട് ഇതിൽ പിടിക്കാൻ കുറച്ച് പണിയുണ്ടായിരിക്കും. അപ്പം നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. വേറെ വിഷയമൊന്നുമില്ല, അത് അങ്ങോട്ട് പ്രസ് ചെയ്താൽ ഓൾറെഡി ഈ പഴത്തിനൊരു വഴുവഴുപ്പ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഹെൽത്തി ആയിക്കോട്ടെ, ബ്രെഡ് അത്ര ഹെൽത്തി ഒന്നുമല്ല, എന്നാലും കുറച്ച് ഇത്തരം പരീക്ഷണങ്ങൾ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത് സക്സസ് ആയാൽ അപ്പോൾ ഇത്രയാക്കി വെച്ചിട്ടുണ്ടോ. ഇനി നമുക്ക് പാന് ചൂടാക്കി എണ്ണയൊക്കെ ഒഴിച്ച് വറുത്ത് പോരാം. ഓക്കെ, പാന് വെച്ചു, നമുക്ക് എണ്ണ ഒഴിക്കാം. നന്നായി ചൂടായിട്ട് ഇടാൻ പാടുള്ളൂ, നല്ലോണം പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുള്ളൂ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകുള്ളൂ കേട്ടോ. നമ്മൾ വെറുതെ ഇങ്ങനെ റിസ്ക് എടുക്കണ്ടല്ലോ. പഴമായത് കൊണ്ട് ഇത്ര പെട്ടെന്ന് പൊടിയില്ല, ബലമാവും. ഇപ്പം നേരത്തേനൊക്കെ നല്ല ബലമായി. ഓക്കെ, 3 ബ്രെഡാണെങ്കിൽ ഇത്രയും ക്രംസ് ബാക്കിയായി. ഡപ്പയിലിട്ട് വയ്ക്കാം. അടുത്ത പരീക്ഷണത്തിലേക്ക് എടുക്കാം. ഒരുപാട് ദിവസം എടുത്ത് വയ്ക്കാൻ പറ്റില്ല. എണ്ണ ചൂടാവട്ടെ കേട്ടോ. ബിസ്മില്ലാ.
അപ്പം നമ്മുടെ ബനാന ഹെൽത്തി കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്താണോ റിസോഴ്സ് ഉള്ളത് അതായിട്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കേ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.